അല്ല, ഞങ്ങൾക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് അന്വേഷിക്കും. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല ഇത് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിനകത്തൊരു ഇൻട്രസ്റ്റ് എടുക്കുക. നിങ്ങൾ അത് മാത്രമാക്കി മാറ്റുക. അല്ല, അത്രയും വിശദാംശങ്ങൾ വന്ന് ചാനലുകാരോട് പറയാൻ പറ്റുമോ? അല്ല, മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറയുന്നതിൽ അതൊരു നടപടിക്രമമല്ലേ? ഞാൻ പറയില്ലേ, അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടാ. ഞങ്ങൾക്ക് പ്ലീസ്, ഞങ്ങൾക്ക് വിട്ടുതാ. അല്ല, അവർക്ക് അവരുടെ ഗതികേട് പാലക്കാട് അവർക്ക് അതുപോലെ ഗതികേട് ഉണ്ടായത്. അവർ നിലമ്പൂരിലും ഗതികേട് അതാണെങ്കിൽ അത് അവർ ആവർത്തിക്കട്ടെ. അത് അവരുടെ വിധി. അവരുടെ വിധി കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലേ പാലക്കാട്. പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് 9 വർഷക്കാലം ഈ കേരളത്തെ തകർത്ത ഈ സർക്കാരിനെ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യും. നിലമ്പൂർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും. അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. അതിൻ്റെ റിസൾട്ട് വരും. UDF നേതൃത്വത്തിൽ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതുവരെ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയാൻ പറ്റില്ല. UDF നേതൃത്വത്തിൽ ആരാളുള്ളത്? സാധാരണ ദേശീയ നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് എത്താറില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ പെട്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും. തീരുമാനം എടുത്തിട്ടില്ല. സാധാരണ ഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ വരാറില്ല കേരളത്തിൽ കോൺഗ്രസിൻ്റെ. പക്ഷെ ഇത് അവരുടെ നിയോജക മണ്ഡലം ആയതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യും. AICC തീർച്ചയായിട്ടും ഞങ്ങൾ ഉറപ്പായിട്ടും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. വളരെ ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ. പിന്നെ ഇപ്പം മലപ്പുറം ജില്ലയിലുള്ള ഹൈവേ തകർന്നു വീണത് ആദ്യം തുടക്കത്തിൽ. ബാക്കി ഇപ്പം എല്ലാ ജില്ലയിലും ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണെന്നല്ലേ, അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ. വികസന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇല്ലല്ലോ, തുടങ്ങിയില്ലല്ലോ. അത് നമ്മൾ ആ സമയമാകുമ്പോൾ പറയാം. തെറ്റാറില്ലല്ലോ, തെറ്റിയിട്ടില്ലല്ലോ. അത് വരട്ടെ. ഇപ്പം ആയില്ല. അത് ഞാൻ അവിടെ പോയി, ഞങ്ങൾ റൗണ്ട് പോയി അവിടെ സംസാരിച്ച് കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇലക്ഷൻ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്തിട്ടാണ്, പിന്നെ നമ്മുടേതായ ഒരു ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ്. അതൊക്കെ ഞാൻ പറയും. സമയം മുമ്പ് ഞങ്ങൾ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എല്ലാം മറുപടി ഞാൻ പറഞ്ഞല്ലോ. പാലക്കാടത്തെ ഗതികേട് നിലമ്പൂരിൽ CPM ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവരെ സ്ഥാനാർത്ഥി തീരുമാനിക്കണം. ഞങ്ങൾ അവർക്ക് വിട്ടു കൊടുക്കുക. നിങ്ങൾ ചെയ്യണമാതിരി ഞങ്ങളെ കയറി അതിൽ കൈകാര്യം ചെയ്യില്ല. ഒരു കുഴപ്പവും കോൺഗ്രസിൽ ഉണ്ടാവില്ല. നിങ്ങൾ കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കിയവർ പോയ വഴി കണ്ടല്ലോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് കണ്ടല്ലോ എന്താ സംഭവിച്ചതെന്ന്. 5 ഇരട്ടിയാണ് പാലക്കാടത്തെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. 5 ഇരട്ടി. അല്ല, അത് നല്ല കാര്യം. അവർക്ക് നല്ല കാര്യം. എനിക്ക് തോമസ് ഐസക്കിനോട് ഇത്രയും വിരോധം പിണറായി വിജയൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ അതിലേക്ക് പോയാൽ അത് ഞങ്ങൾക്ക് വിട്ടുക പ്ലീസ്.